ഇതാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിലാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തത്. കൊടുങ്ങല്ലൂരിലെ വളരെ പഴക്കമേറിയ ഒരു അമ്പലമാണ് തിരുവഞ്ചിക്കുളം അമ്പലം. ഏതാണ്ട് 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു മരമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ഒരു കൊന്നമരമാണ്. ഈ കൊന്നമരത്തിൽ 365 ദിവസം പൂ പൂക്കും. ഇതൊരു ഭയങ്കര അതിശയമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഭയങ്കര വിശ്വാസമൊക്കെയാണ് ആളുകൾക്കുള്ള. ഈ മരത്തിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. വർഷങ്ങളോളം പഴക്കമുള്ളതാണിത്. ദിവസം പൂ പൂക്കുന്നുണ്ട് ഈ മരം. തമിഴ്നാട്ടിലെ രാജാവ് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ അമ്പലം പണിതത്. അതുകൊണ്ടാണോ എന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ഇവിടെയുള്ള തന്ത്രികളും പൂജാരികളും മിക്ക ആളും തമിഴാണ്. മലയാളികൾ വളരെ കുറവാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ അമ്പലത്തിൽ മലയാളികൾ അധികം വരാറില്ല. ഇവിടുത്തെ അമ്പലങ്ങളിൽ ഏറ്റവും വലിയ അമ്പലമാണെങ്കിൽ പോലും വലിയ പൂജാകർമ്മങ്ങളൊന്നും ഇവിടെ നടക്കാറില്ല. ഇവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. പണ്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് പായലും ചെടികളൊക്കെ കയറി കിടക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. പൂജാരികളൊക്കെ ഇവിടെ കുളിക്കണത്. അതുകൊണ്ട് നല്ല വൃത്തിക്കുണ്ട് കേട്ടോ. ഇതാണ് അമ്പലക്കുളം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല വെള്ളം. ഇത് പടിഞ്ഞാറ് നടയിലേക്കുള്ള വഴിയാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലുള്ള പോലെ തിരക്കും ഭക്തരും ഇവിടെ അധികം കാണാറില്ല. ഇപ്പം തന്നെ നോക്കൂ, ആരുമില്ല ഇവിടെ. ഇത് പടിഞ്ഞാറ് നടയാണ്. പക്ഷെ മിക്ക ആളും ഇതിലേക്കൂടിയാണ് കയറാറ്. ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ശിവന് പൂജകൾ ഇവിടെ നടക്കാറുള്ളൂ. ആ സമയത്ത് തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അതുപോലെ നവംബർ ഡിസംബർ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാരും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് അർദ്ധനാരിയാണ്. ശിവനും പാർവതിയും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു അമ്പലമാണ്. വളരെ അപൂർവമായിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണിത്. കൊടുങ്ങല്ലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചേരമാൻ പള്ളിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതുള്ളത്.